കാര്യമാണ്. I am not lazy, sir, but just currently in energy saving mode. നമ്മൾ പഠിക്കാതെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത്, കിടന്നുറങ്ങാൻ നമ്മൾ താല്പര്യപ്പെടുന്ന സമയത്ത്, രാവിലെ 11 മണിക്കും 11:30ക്കും എണീക്കുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തേക്ക് ഒരു മിടുക്കനെ കൊണ്ടുവന്നു. നല്ല കുട്ടിയാണ്, നല്ല മിടുക്കനാണ്, അവനെ കൊണ്ട് ഒരു ശല്യമില്ല. പക്ഷെ അവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, അവൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കില്ല. അപ്പൊ പിന്നെ എന്താ അവൻ കഴിക്കാം? അവൻ കഴിക്കുന്നത് ബ്രഞ്ച് മാത്രം. എന്താ കഴിക്കുന്നത്? ബ്രഞ്ച് മാത്രം, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി. അവന് വെയിറ്റ് വളരെ കുറവാണ്. എത്രയാണെന്നറിയോ? 110 കിലോ, 110 kilos, my dear friends. കാരണം രാവിലെ ബ്രഞ്ച് ആണ് കഴിക്കാം. എന്ത് ചെയ്യും ബ്രഞ്ച് കഴിക്കുന്നവരെ? 11 വരെ സുഖമായിട്ട് കിടന്നുറങ്ങും. കിടന്നുറങ്ങിയതിനു ശേഷം 11 മണി 11:30 ആകുമ്പോൾ എണീറ്റിട്ട് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ നല്ല കുട്ടിയാണ്, വീണ്ടും കിടന്നുറങ്ങിക്കോളും. രാത്രി 7:30 ആകുമ്പോൾ വീണ്ടും എണീക്കും. എണീറ്റിട്ട് വീണ്ടും നല്ല കുട്ടിയായിട്ട് ഡിന്നർ കഴിക്കും. ഡിന്നർ കഴിച്ച ഒരു ശല്യമില്ല കേട്ടോ, വീണ്ടും കിടന്നുറങ്ങും. I am not lazy, just currently in energy saving mode. My dear friends, be updated or you will be outdated. ഇന്നത്തെ കാലഘട്ടത്തിൽ you have to be updated, my dear friends. നിങ്ങൾ ഇത് ആരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല. This is the future, my dear friends. ഇതാണ് ഫ്യൂച്ചർ. എന്താണ്? ഇന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് വാട്ട്? ഫ്ലൈയിങ് കാർ. അപ്പൊ നിങ്ങളിൽ പല ആൾക്കാർ പറയും, അയ്യോ ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല എന്ന്. നിങ്ങൾ എന്തുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം യു ഓൾവേസ് ലവ് ഓർ യു ഓൾവേസ് വാണ്ട് എ ലംബോർഗിനി, അല്ലേ? കാരണം ലംബോർഗിനിയുടെ അഡ്വർടൈസ്മെന്റിൽ പറയുന്ന ഒരു കാര്യമാണ്, വി ഡോണ്ട് ഡു കമേഴ്സ്യൽസ് ബിക്കോസ് അവർ ടാർഗറ്റ് ഓഡിയൻസ് ഇസ് സിറ്റിംഗ് അറൌണ്ട് വാച്ചിങ് ടിവി. നിങ്ങൾ ആരും ടി വി കാണാത്ത വ്യക്തികളായതുകൊണ്ടാണ് ലംബോർഗിനി അഡ്വർടൈസ്മെന്റ് കാണാത്തതും. അല്ലെങ്കിൽ ലംബോർഗിനിയുടെ പറയുന്ന പോലെ വി ഡോണ്ട് ഡു കമേഴ്സ്യൽസ് ബിക്കോസ് അവർ ടാർഗറ്റ് ഓഡിയൻസ് ഇസ് സിറ്റിംഗ് അറൌണ്ട് വാച്ചിങ് ടിവി. ടി വിയിൽ വന്നൊരു അഡ്വർടൈസ്മെന്റ് പോലെ അല്ല, പക്ഷെ ടി വിയിൽ വന്ന ഒരു ന്യൂസ് ആണ് ഇത്, മൈ ഡിയർ ഫ്രണ്ട്സ്. ആൻഡ് ദിസ് ഇസ് അബൌട്ട് ദ ഫ്ലൈയിങ് കാർ. നമ്മുടെ ലോകത്തില് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഫോക്സ്, മൈ ഡിയർ ഫ്രണ്ട്സ്, ദ വേൾഡ് ഈസ് അഡ്വാൻസിങ് ലൈക്ക് എനിത്തിങ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇഫ് യു വാണ്ട് ടു ബൈ എ ലംബോർഗിനി പ്ലീസ് ഡോണ്ട് വാച്ച് ടി വി എന്നാണ് ലംബോർഗിനി പറയുന്നതെങ്കിൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, കഴിഞ്ഞ ദിവസം BBC ന്യൂസിൽ വന്നൊരു വാർത്തയാണ് ഫ്ലൈയിങ് കാർസ്. ദ വേൾഡ് ഈസ് അഡ്വാൻസിങ്, മൈ ഡിയർ ഫ്രണ്ട്സ്. We have to be updated. What the world, the people are doing in this beautiful world. ഇതൊക്കെ അറിയണമെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, the knowledge is power, but enthusiasm pulls the switch. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ വിജ്ഞാനം നമുക്ക് ആവശ്യമാണ്, but enthusiasm pulls the switch, my dear friends. അതുകൊണ്ട് enthusiasm എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലത. ഊർജ്ജസ്വലതയോടുകൂടി ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ how or what all things what we have to do in our life. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, the missing ingredient in a life that seems unexciting and beaten down is enthusiasm. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ, നമുക്ക് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഊർജ്ജസ്വലത. enthusiasm for new things, പുതിയ കാര്യങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഊർജ്ജസ്വലത. enthusiasm for change, മാറ്റങ്ങൾക്ക് വേണ്ടുന്നത്. enthusiasm for living a life of excellence, ഒരു ജീവിതത്തിൽ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടുന്ന ഒരു ഊർജ്ജസ്വലത. enthusiasm to connect with people, മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു enthusiasm, and to do work of great interest to self, of great values to others. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളും. nothing great was ever achieved without enthusiasm, my dear friends. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? surround yourself with people who are on the same mission as you. നമ്മുടെ മനസ്സിലുള്ള തരത്തിലുള്ള, നമ്മുടെ ചിന്തകൾക്ക് അനുസൃതമായിട്ടുള്ള അതേ തരത്തിൽ ചിന്തിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് നമുക്കുണ്ടാവണം. ഹെൻറി ഫോർഡ് പറഞ്ഞ വാക്കുകൾ കടമെടുക്കുമ്പോൾ, you can do anything if you have enthusiasm. Enthusiasm is the yeast that makes your hopes rise to the stars. With it there is accomplishment, without it there are only alibis. Henry Ford. My dear friends, excuses മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. നമുക്ക് ഊർജ്ജസ്വലത ഇല്ലെങ്കിൽ എക്സ്ക്യൂസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സറൗണ്ട് യുവർസെൽഫ് വിത്ത് പീപ്പിൾ ഹു ആർ ഓൺ ദ സെയിം മിഷൻ. നമ്മളുടെ കൂട്ടുകാർ എങ്ങനെയുള്ള വ്യക്തികളാണ് എന്ന് ചിന്തിക്കാം. കളിച്ചു നടക്കാൻ മാത്രം ആഗ്രഹമുള്ള വ്യക്തികളാണോ? ഗെയിമുകളെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആൾക്കാർ മാത്രമാണോ? അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല ഊർജ്ജസ്വലതയോടുകൂടി I want to become successful, or I want to become a civil servant, or I want to reach into the zenith of glory in my life എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണോ നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് ചിന്തിക്കാം. And it first begins in your own mind, my dear friends. എല്ലാം നമ്മുടെ മനസ്സിലാണ് ആരംഭിക്കുന്നത്. So the greatest factor is always be passionate. You need to tell yourself that it's all going to be a great experience, and your day is going to be filled with lots of opportunities.
അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പം ഓൾവേസ് ബി പാഷനേറ്റ്. നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾക്ക് എന്താ പറയാ ഒരു ക്ഷാമവും ഇല്ല. സോ ബി പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് the biggest thing that will show your enthusiasm is your body language. It is always your tone of voice. It is always your facial expressions. In other words, your physiology. If you want people to be enthusiastic, you demonstrate it. അല്ലേ? നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് enthusiasm പകർന്നു നൽകണമെങ്കിൽ you should have that, right? So my dear friends, you talk louder, you move faster, and equally important, you smile and have some fun in whatever you are doing. ഞാൻ ഇവിടെ മനോഹരമായ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. Have a beautiful smile like that, my dear friends. As somebody says, speed is calculated as miles per hour and life is calculated as smiles per hour. So increase your smile and get extra mileage in your life. ജീവിതത്തിൽ നല്ല പുഞ്ചിരികൾ ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും യു ആർ ഗോയിങ് ടു ഗെറ്റ് എക്സ്ട്രാ മൈലേജ് ഇൻ യുവർ ലൈഫ്. കാരണം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരുപാട് നമ്മൾ ചിരിക്കാറുണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ പ്രായം കൂടുന്തോറും 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും 15 പ്രാവശ്യം നമ്മൾ ചിരിക്കുള്ളൂ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ആസ് ബോയ്സ് ആൻഡ് ഗേൾസ് ഓവർ ദേർ, ചിരി നമ്മൾ കുറയ്ക്കേണ്ട. ഇറ്റ് ഈസ് ഓൾവേസ് എൻജോയ് ആൻഡ് സ്മൈൽ, മൈ ഡിയർ ഫ്രണ്ട്സ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? യു വുഡന്റ് ലെറ്റ് ദിസ് ഹാപ്പൻ ടു യുവർ ഫോൺ. അല്ലെ, നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഒരിക്കലും ബാറ്ററി ഡൗൺ ആവാൻ നമ്മൾ സമ്മതിക്കാറില്ല. So it is always self-care is your priority. നമ്മുടെ ലൈഫിൽ ഒരിക്കലും താഴത്തേക്ക് പോവാൻ, നമ്മളുടെ ബാറ്ററി ഡൗൺ ആവാൻ നമ്മൾ സമ്മതിക്കരുത്. Always you should be charged up, my dear friends. Always self-care is a priority, not a luxury, my dear friends. നമ്മുടെ ബാറ്ററി എപ്പോഴും ഇങ്ങനെ ചാർജ് ആയിട്ടിരിക്കണം. So enthusiasm is the electricity of life. How do you get it? You act enthusiastic until you make it a habit. So make it a habit, my dear friends. ഇത് എല്ലാ ദിവസവും ഈ enthusiasm വേണം എന്ന് വിചാരിച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും purposefully you do it, my dear friends. You will be a person with lots of enthusiasm. So my dear friends, Gordon Parksന്റെ വാക്കുകൾ കടമെടുക്കുമ്പോൾ ഞാൻ പറയാ, you should be a person with lots of enthusiasm, and that is the electricity of life, my dear friends. So the origin of word enthusiasm also means that's the same thing. So it is always, we should be a person, when we experience learning as a creative moment in our life, we feel enthusiastic and happy. Therefore, learning with enthusiasm is the best road to long lasting happiness. പഠിക്കുന്ന കാര്യത്തിലും ഇത് വേണം. This is what we call as the divine inspiration. പഠിക്കുന്ന കാര്യത്തിലും ഈ enthusiasm ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഏത് ഉയരങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങളെ പോലുള്ള മിടുക്കന്മാർക്കും മിടുക്കികളെ കൊണ്ടും സാധിക്കുമെന്ന് ഞാൻ പറയാണ്. So my dear friends, this is what we call as the resilience is a powerful or the divine inspiration. അതിന് വേണ്ടത്, it is always enthusiasm. അതിന് വേണ്ടുന്ന ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എനിക്ക് തരുന്നതായിരിക്കും. And dear friends, ഈ ചോദ്യങ്ങൾ നിങ്ങൾ മറന്നു പോവുകയും ചെയ്യരുത്. I am going to ask you some brilliant, intelligent questions. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. And this is going to change your life, my dear friends. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ചോദ്യങ്ങളാണ്. Dear friends, keep this in your mind. Varada M. Menon, thank you. You are 100% charged, I feel. Thank you. So dear friends, I'm going to ask you something. Yes, I'm going to ask you something. And here are a few questions. What are the recognitions you got in your life? നിങ്ങളൊന്ന് ചിന്തിക്കുക, പറ്റുമെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ ഉത്തരം തരാം. What are the recognitions you got in your life? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള അലമാരിയിലേക്ക് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് എന്തെല്ലാം അവാർഡ്സും റെക്കഗ്നീഷൻസും പ്രൈസസ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്? എന്തൊക്കെ മെഡൽസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? എന്തെല്ലാം ട്രോഫീസ് ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകാരങ്ങൾ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് ചുമ്മാ ഒന്ന് ചിന്തിക്കുക. And if you can type, you can type in chat box. What are the special moments you got appreciations? എന്തൊക്കെ അവസരങ്ങളിലാണ് നിങ്ങൾക്ക് അതൊക്കെ കിട്ടിയിരിക്കുന്നത് എന്ന് you please type in chat box. What are the special moments you got appreciation? If parents are participating, you can please write it down. What are the special moments you got appreciations? And do you want to improve the facilities of life? Facilities എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഫെസിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളുടെ വീട്ടിലുള്ള ബൈക്കുകളുടെ എണ്ണമോ ആണോ? കാറുകളുടെ എണ്ണമാണോ? വീട്ടിലുള്ള AC-യുടെ എണ്ണമാണോ? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ടൂർ പോയിട്ടുള്ള സ്ഥലങ്ങളുടെ എണ്ണമാണോ? You think about it, my dear friends.
എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെ ഫെസിലിറ്റീസ് നിങ്ങളുടെ വീട്ടിൽ വേണം? അങ്കമാലി വിശ്വജ്യോതി സ്കൂളിൽ പഠിക്കുന്ന വീട്ടിലെ എല്ലാവരുടെയും വീട്ടിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പറയാണ്, നിങ്ങളുടെ വീട്ടിൽ ഇനി എന്തൊക്കെ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണം? ചില ആൾക്കാർ പറയുന്നുണ്ടാവും, എനിക്ക് റോബോട്ടിനെ വേണം. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ മറ്റൊരു സ്കൂളിൽ നിന്നും വന്ന ഒരുത്തൻ എന്റെ അടുത്ത് പറഞ്ഞത്, അവന് വെറും 18 വയസ്സാണ്. അവൻ എന്റെ അടുത്ത് പറഞ്ഞത്, എന്റെ അടുത്ത ഫെസിലിറ്റി ഞാൻ കൂട്ടാൻ ആഗ്രഹിക്കുന്നത്, വിശ്വജ്യോതി സ്കൂളില് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ 5-6 മാസം മുമ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല, അവന് ലൈസൻസ് എടുക്കണം എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്ത് ലൈസൻസ് ആണ്? 12 വയസ്സായാലോ, നിങ്ങൾക്ക് എടുക്കാലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യണം. എന്തിനാണ്? ഹെലികോപ്റ്ററിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഡു യു വാണ്ട് ടു ഇംപ്രൂവ് ദ ഫെസിലിറ്റീസ് ഓഫ് ലൈഫ്? എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മൾ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് അഗൈൻ അനദർ ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഡു യു വാണ്ട് ടു പ്രോഗ്രസ് ഇൻ മാർക്സ് ഓർ ഡു യു ലവ് ടു ഇൻവോൾവ് ഫൺ വിത്ത് ഫാമിലി? മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 5 ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുമ്പം നിങ്ങൾ ഇതിനുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എന്ന് യു ജസ്റ്റ് തിങ്ക് ഫോർ എ മോമെന്റ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പം പോസിറ്റീവ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഇസ് വാട്ട് വി ട്രിഗർ ഫോർ the reward molecule, that is dopamine. As a doctor, let me tell you something. നമ്മുടെ ബോഡിയിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോലെയുള്ള ഡോപ്പമിൻ എന്നുള്ള ബോഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം, ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പം ഡോപ്പമിൻ നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നു. വാട്ട് ഫോർ ദ dopamine is? You think for a moment. You can put your answers in the chat box, my dear friends. What are the recognitions you got? What are the special moments you got appreciations? Do you want to improve the facilities of life? Do you want to progress in marks? Do you love to involve the fun with family? My dear friends, idokke ningal cheyyumbom, that is going to improve the dopamine factor in your body. Ningade body le dopamine കൂടുകയാണ് ഉണ്ടാവുന്നത്. 6 gold, 14 silver, 20 bronze. ഇതൊക്കെ കിട്ടിയിട്ടുള്ള ജോ രഞ്ജിത്ത്, വണ്ടർഫുൾ, ഗ്രേറ്റ്, ദാറ്റ്സ് ഗുഡ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് ഇങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യങ്ങളിലേക്ക് ഞാൻ വരാണ്. ഡു യു ഷേക്ക് ഹാൻഡ്സ് ഓർ ഗിവ് ഹൈ ഫൈവ് ടു പീപ്പിൾ? ഓക്കെ, ഇപ്പൊ ഷേക്ക് ഹാൻഡ് ചെയ്യാൻ പാടില്ലല്ലോ, സാനിറ്റൈസർ ഇട്ട് നിൽക്കാണ്. ഓർ ഡു യു ഹഗ് യുവർ ഫാമിലി? നിങ്ങളുടെ അച്ഛനെയും അമ്മയും ഡാഡിയെയും മമ്മിയും പപ്പനെയും അമ്മേനെയും ഉമ്മേനെയും പപ്പനെയൊക്കെ നമ്മൾ ഹഗ് ചെയ്യാറുണ്ടോ? നമ്മുടെ ബ്രദറിനെയും സിസ്റ്ററിനെയൊക്കെ ഹഗ് ചെയ്യാറുണ്ടോ? ഡു യു ഷേക്ക് ഹാൻഡ് വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ്? ഡു യു ഗിവ് എ ഹൈ ഫൈവ് ടു അതർ പീപ്പിൾ? ഇപ്പോഴെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഡാഡിക്കും മമ്മിക്കും പപ്പയ്ക്കും മമ്മിക്കും ഒരു ഹൈ ഫൈവ് ഒക്കെ ഒന്ന് കൊടുത്തേ, ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തേ. Do it, my dear friends. Do you have a list of friends with you? നമ്മളുടെ ഫ്രണ്ട്സിന്റെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടോ? യുവർ ക്ലോസ് ഫ്രണ്ട്സ്, നമ്മുടെ ചങ്കുകളുടെ പേരുകളൊക്കെ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ടോ? Are you active in club activities? നമ്മുടെ സ്കൂളിൽ ഒരുപാട് ക്ലബ് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലെ, അതിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആണോ എന്നൊന്ന് എഴുതി വെക്കാം. ആൻഡ് മേ ബി ഇഫ് യു ആർ പാസ്റ്റ് 10th സ്റ്റാൻഡേർഡ്, നിങ്ങൾ 11th ഉം 12th ഒക്കെ ആയിരിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഡു യു ഹാവ് എൻ അലുമിനി മീറ്റ്? ഓക്കെ, നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ മീറ്റിംഗിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആണോ? ഇനി നിങ്ങൾക്കൊക്കെ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ടാവും. ആർ യു ആക്റ്റീവ് ഇൻ ദാറ്റ് ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ്? ഡു യു ഹാവ് എ ഫാമിലി ഗെറ്റ് ടുഗദർ? അറ്റ്ലീസ്റ്റ് ഇൻ സൂം യു ഹാവ് എ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ്. If you are very active in that kind of a factors, my dear friends, that is going to trigger your bonding molecule, that is oxytocin in your body. നമ്മുടെ ബോഡിയിലെ ഓക്സിറ്റോസിൻ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ പോവാണ്. ഈ ഓക്സിറ്റോസിൻ ഫാക്ടറും കൂടി ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ what is going to happen again? Dear friends, ഞാൻ നിങ്ങളുടെ അടുത്ത് അടുത്തൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. Are you empathetic? മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? Can you stand in other shoes and think about the other person? Are you empathetic? നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ? ഈ പിക്ചറിൽ കാണുന്ന പോലെ ഡു യു ഷെയർ വിത്ത് അതേഴ്സ്? നിങ്ങളുടെ ഭക്ഷണം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചിന്തകളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടോ? Are you sharing your thoughts and feelings with your family members? നിങ്ങളുടെ സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ, സൂമിൽ സംഭവിച്ച കാര്യങ്ങൾ, ഗൂഗിൾ മീറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ, നമ്മൾ ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോം ടീംസിൽ സംഭവിച്ച കാര്യങ്ങൾ, ടീച്ചേഴ്സുമായിട്ടും ഫ്രണ്ട്സുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ പാരന്റ്സുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടോ? Another greatest factor, do you write things which are beneficial for others? നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതുമ്പം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ബ്ലോഗോ വ്ലോഗോ കാര്യങ്ങളോ ചെയ്യാറുണ്ടോ? Are you doing any service activities? എന്തെങ്കിലും സർവീസ് ആക്ടിവിറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? Do you give charity? മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടോ? എന്തെങ്കിലും ഹെൽപ്പുകൾ നമ്മൾ ചെയ്യാറുണ്ടോ? Slightly different from all these questions. Do you get exposed to natural sunlight? My dear friends,
നമ്മൾ പ്രകൃതിയുടെ ആ സൺലൈറ്റിലേക്ക് നമ്മൾ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കളിക്കാറുണ്ടോ എന്നാണ് എൻ്റെ ഒരു സിമ്പിൾ ചോദ്യം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂസ്, ആൻഡ് that is a stress and anxiety killer. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റി ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ആരോ നേരത്തെ എഴുതിയിരുന്നു സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റി ഒക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ കുറഞ്ഞിട്ട് that is going to improve your confidence molecule, my dear friends, and that is what? That is the serotonin. നമ്മുടെ ബോഡിയിൽ സെറട്ടോണിന്റെ കൂടുതൽ നമ്മുടെ ബോഡിയിൽ പമ്പ് ചെയ്യാൻ തുടങ്ങും. When you are improving on your serotonin, my dear friends, I'm going for the last 4 more questions, and that is, do you play with other people? Definitely, അല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, it is always do you play എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരാണ് എന്ന് എനിക്കറിയാം. Are you doing any physical exercise? നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നുണ്ടോ? എക്സസൈസ് ഇൻ ദ സെൻസ് ഞാൻ പറയാ ശാരീരികമായിട്ട് ഫുട്ബോളോ ബാസ്കറ്റ്ബോളോ ഷട്ടിലോ ഹോക്കിയോ സ്വിമ്മിങ്ങോ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ വീടിന്റെ അകത്തിരുന്നിട്ട് മൊബൈൽ ഗെയിം കളിക്കുന്നത് എക്സസൈസ് അല്ല കേട്ടോ. ഞാൻ പറയാ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഓട്ടം ചാട്ടും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. So dear friends, are you doing any kind of a physical exercise? Are you good in any kind of a games? And the most important factor, do you laugh with others? മറ്റുള്ളവരുമായിട്ട് ചിരി തമാശ കളി ബഹളൊക്കെ ഉണ്ടോ? നല്ലതായിട്ട് നിങ്ങൾ ചിരിച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികളെ ഏറ്റവും ചെറിയ കുട്ടിയായിരിക്കും 300-400 പ്രാവശ്യമൊക്കെ ചിരിക്കാറുണ്ടെന്നാ പറയണേ. മൈ ഡിയർ ഫ്രണ്ട്സ്, laugh like anything. It is so beautiful when you laugh. അതുകൊണ്ട് നന്നായിട്ട് ചിരിച്ചോളൂ. അതിനൊരു ക്ഷാമം പിടിക്കേണ്ട ആവശ്യമില്ല. So laugh like anything, my dear friends. When you do that, what happens? Again, it is a natural painkiller. It gives a high feeling. ഒരു ഹൈ ഫീലിംഗ് ഉണ്ടാവും. എന്തെങ്കിലും ശരീരത്തിൽ വേദനകൾ ഉണ്ടെങ്കിൽ പോലും അതുപോലും പോവും. And endorphins will start working in your body. Dear friends, I'm showing a picture over here, and that is Harley Davidson में പ്രത്യേക തരം ഒരു മാസ്ക്. നമ്മൾ ഇടുന്ന മാസ്ക് ഒന്നല്ല അല്ലെ. ഒരു ചേട്ടൻ മാസ്ക് ഒക്കെ ഇട്ട് ഹാർലി ഡേവിഡ്സൺ വരുന്നു, എന്നിട്ട് ഒരു സ്റ്റേജ് ഷോ പെർഫോം ചെയ്യണം. ആരാണ് ഈ ചേട്ടൻ? ആരാണ് ഈ ചേട്ടൻ? ആർക്കെങ്കിലും അറിയോ ഈ ചേട്ടൻ ആരാണെന്ന്? ഈ മാസ്ക് ഒക്കെ ഇട്ട് ഈ ഇവിടെ വന്നിരിക്കുന്ന ചാറ്റ് ബോക്സിൽ ഉത്തരം തരാമോ? ആരാണ്? ഹാർലി ഡേവിഡ്സൺ വരുന്നു, സ്റ്റേജിലെ ഗംഭീര ഒരു ഷോ കാണിക്കുന്ന ഈ ചേട്ടൻ, മാസ്ക് ഒക്കെ ഇട്ട് ഷോ കാണിക്കുന്ന ഈ ചേട്ടൻ ആരാണെന്ന് പറയാമോ? Can anyone tell me? മുമ്പത്തെ ഉത്തരങ്ങളാണ് വരുന്നത്. യെസ്, yes, anyone with the right answer, my dear friends? And that is a great guy over here, a great corporate leader of Alibaba, and that is Jack Ma, my dear friends. And that is Jack Ma, my dear friends. Jack Maയെ പോലെയുള്ള ഒരു കോർപ്പറേറ്റ് ലീഡർ, എ ഗ്രേറ്റ് സിഇഒ, അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ he always have fun. അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തമാശയ്ക്കും ചിരിക്കും കളികൾക്കും സമയം മാറ്റിവെക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, എൻജോയ് യുവർ ലൈഫ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ 20ഓളം ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചോദിക്കുമ്പം, ഡിയർ ഫ്രണ്ട്സ്, വൈ ഐ ഷോഡ് ഇറ്റ് ഈസ് നോട്ട് മൈക്കൽ ജാക്സൺ, ദാറ്റ് ഈസ് അലിബാബ ജാക്ക് മാ. ഞാൻ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചോദിക്കുമ്പം, ഈ ചോദ്യത്തിന് നല്ല നല്ല ഉത്തരങ്ങൾ നിങ്ങൾ തരുമ്പം ഞാൻ പറയാ, യു ആർ വാക്സിനേറ്റഡ് വിത്ത് ഡോസ്. എന്താണ് ഡോസ്? നിങ്ങൾ ഹോമിയോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഹോമിയോപ്പതി മരുന്നായ ആർസനിക് ആൽബ് 30 ആയിരിക്കും ഡോസ് എന്ന് വിചാരിക്കും. My dear friends, this is not a homeopathic dose, but I just want to introduce a beautiful dose over here. ഈ ഡോസിന്റെ പേരാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നേരത്തെ പരിചയപ്പെടുത്തിയത്. That is dopamine, oxytocin, serotonin and endorphins. Dopamine, oxytocin, serotonin and endorphins. So you are vaccinated with dose. If you are doing all these kind of things, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദിച്ച 10-20 ചോദ്യങ്ങൾക്ക് നല്ല നല്ല ഉത്തരങ്ങൾ തന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഈ പോസിറ്റീവ് ഹോർമോൺസ് വർക്ക് ചെയ്യുകയും ഡോപ്പമിനും ഓക്സിറ്റോസിനും സെറട്ടോണിനും എൻഡോർഫിൻസും വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? യു വിൽ ബി ഗെറ്റിംഗ് ലോട്ട്സ് ഓഫ് അപ്രീസിയേഷൻസ്, യു വിൽ ബി ഗിവിംഗ് അപ്രീസിയേഷൻസ് ടു അതർ പീപ്പിൾ, people will be sharing lots of things with you, and you will be sharing lots of things with others.
You will be giving high five and shake hands and hug with other people, and those people will be giving that with you. You will be playing with others, others will be playing with you, and definitely you will be doing all these things with your family and friends. And my dear friends, definitely you will have an upward spiral towards the joy and knowledge and empowerment of your life. Karanam idokke ningal cheyyumbom definitely what you are going to get, the seventh point which is written over here, that is called the contentment or satisfaction. Satisfaction ജീവിതത്തിൽ ഉണ്ടാവുമ്പം there will be hopefulness. നമ്മൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒപ്റ്റിമിസം ഉണ്ടാകുന്നു. ഒപ്റ്റിമിസം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസും ബിലീഫും ഉണ്ടാകുന്നു. നമ്മളുടെ എന്തൂസിയാസം കൂടുന്നു, ഊർജ്ജസ്വലത കൂടുന്നു, പാഷൻ കൂടുന്നു, താല്പര്യങ്ങൾ കൂടുന്നു. ആ താല്പര്യങ്ങൾ കൂടുമ്പം നമ്മൾക്ക് സന്തോഷം ഉണ്ടാകുന്നു, ജോയ് ഉണ്ടാകുന്നു, നമ്മൾക്ക് എംപവർമെന്റ്, ലൈഫിലെ സ്നേഹവും അപ്രീസിയേഷൻസും ജീവിതത്തിൽ കൂടുന്നു. പക്ഷെ മറിച്ച് ഡൗൺവേർഡ് സ്പൈറൽ എന്താണ്? ജീവിതത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ബോറടി ഉണ്ടാവുന്നു, നെഗറ്റീവ് ആയിട്ട് ലൈഫ് ഉണ്ടാവും. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്കുള്ള വാക്കുകൾ എന്തൊക്കെയായിരിക്കാം? അവിടെ പേടികൾ ഉണ്ടാവും, ഡൗട്ട് ഉണ്ടാവും, വറി ഉണ്ടാവും, ഡിസ്കറേജ്മെന്റ് ഉണ്ടാവും. മൊത്തം നെഗറ്റീവ് ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും. മൊത്തം ലൈഫ് ഡാർക്ക് ആവും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ആർക്കും ഡാർക്ക് ആക്കാൻ താല്പര്യമില്ല, നമുക്ക് കളർ ആക്കാനേ താല്പര്യമുള്ളൂ. സോ ഡിയർ ഫ്രണ്ട്സ്, ഓൾവേസ് ഗോ ഫോർ an upward spiral. പക്ഷെ ഇതിന്റെ ഒരു സീക്രട്ട് ഓഫ് enthusiasm is simple, very good. It is because at some point their lives they find the courage to take a decisive action. ഒറ്റൊരു ഡിസിസീവ് ആക്ഷനേ ഉള്ളൂ. എന്താണ് ഡിസിസീവ് ആക്ഷൻ? To purge the negativity and all the things distracting them from doing what they know they need to do it, and it is always to be enthusiastic. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഇന്ന് കുട്ടികളുടെ ഇടയിലുള്ള ഏറ്റവും വലിയ ഭയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഇവിടെ നേരത്തെ ആരോ നേരത്തെ ഇട്ടിരുന്നു, ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് ദ ഫിയർ. എന്താണ് ഫിയർ? എന്താണ്? നമ്മളുടെ പഠനത്തിനെ കുറിച്ചും അത്തരത്തിലുള്ള സ്കൂളിനെ കുറിച്ചും എഡ്യൂക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ഈസ് എവറിബഡി നോസ്. Most of the time you might have seen this troll, alle? People are talking about the health of senior citizens and employment for adults, but no one seems to be talking about our mental health without the school, friends and social life. But my dear friends, that is why Father came with a beautiful topic called resilience. ഇന്ന് വിശ്വജ്യോതി സ്കൂളിന് അറിയാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളുടെ കൂടെ തന്നെ ഗെയിംസും ആക്ടിവിറ്റീസിന്റെയും കൂടെ തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ the best thing is always the resilience. നല്ല സന്തോഷമുള്ള ഒരു മനസ്സുമായിട്ട് മുമ്പോട്ട് കുതിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്, തീർച്ചയായിട്ടും നമ്മളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ടിപ്സ് തരാൻ ആഗ്രഹിക്കുകയാണ്. ഹൗ ടു ബി resilient. We are coming to the few last slides. My dear friends, how to be resilient. നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, maybe for many of you this guy may be your role model, and that is Elon Musk. Elon Musk പറഞ്ഞിരിക്കുന്നത് ഭയം എന്ന് പറയുന്നത് it is a finite thing. Hope is infinite. We are afraid of failing, but it doesn't stop us from trying. So Elon Musk says try. നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഭയങ്ങൾ ഉണ്ടാവും, പേടികൾ ഉണ്ടാവും, but the greatest factor is always go for a try. നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമിക്കാതിരിക്കരുത്. വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് one of the richest man in the world, Jeff Bezos. ജെഫ് ബിസോസ് പറഞ്ഞത് ഭയവും പേടിയൊക്കെ ഉണ്ടാകും, but start to address the situation. Even if it is not solved, the mere fact that we are addressing it dramatically reduces any stress that might come from it. എന്തുമായിക്കൊള്ളട്ടെ അതിനെ നേരിടാൻ നമ്മൾ കരുതലെടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ you take action, my dear friends. പകച്ച് പേടിച്ച് ഭയപ്പെട്ട് പിന്നോട്ട് പോകുന്ന മനോഭാവമല്ല നമുക്ക് ആവശ്യം. Jeff Bezos of Amazon says take action. My dear friends, again I'm introducing Jim Rohn. അദ്ദേഹം പറഞ്ഞത് you are the average of the 5 people you spend the most time with. Dear friends, Jim Rohn പറഞ്ഞത് you should have great friends. നല്ല സുഹൃത്തുക്കൾ നമുക്ക് വേണം. നമ്മുടെ സ്വപ്നങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഫ്രണ്ട്സ് ഞാൻ മുമ്പും പറഞ്ഞ കാര്യമാണ്. So dear friends, always have good friends. തീർച്ചയായിട്ടും ജീവിതത്തിൽ if you want to be resilient, പോസിറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. ഷെറിൽ സാൻഡബർഗ് ഓഫ് ഫേസ്ബുക്ക് അവർ പറഞ്ഞത് unplug yourself.
know when to move out from the environment yourself. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ, ഇഷ്ടപ്പെടാത്ത സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ ആ റൂമിൽ നിന്നും പതുക്കെ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ you can unplug yourself, my dear friends. That is what Sheryl Sandberg says. Everybody knows Obama. അദ്ദേഹം പറയുന്നത് the less clutter in my mind the better. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിൽ വലിച്ചു കേറ്റല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. Simplify your life, my dear friends. ജീവിതം വളരെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. Folks, let me tell you, my dear friends, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ മനസ്സിലേക്ക് കയറ്റിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് എന്താണ് ആവശ്യം? പഠിപ്പ്, മാർക്കുകൾ, കളികൾ, നമ്മുടെ ആവശ്യമുള്ള സ്കില്ലുകൾ, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. അതിന്റെ അപ്പുറത്തേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് കയറ്റാതിരിക്കുക. ആൻഡ് ടിം കുക്ക് സേസ്, ട്യൂൺ ഔട്ട് ക്രിറ്റിക്സ്. ജീവിതത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുന്ന, നമ്മളെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ they become a cancer in your mind, in your thinking, and you begin thinking of that you can't, or that life is negative. ചില ആൾക്കാരുണ്ട് നമ്മളുടെ അടുത്ത്, നിന്നെ കൊണ്ട് സാധ്യമല്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നിന്നെ കൊണ്ട് നടക്കാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്നും മാറിപ്പോവുക. മൈ ഡിയർ ഫ്രണ്ട്സ്, ഓൾവേസ് ബി പോസിറ്റീവ്. ടിം കുക്ക് പറയുന്ന പോലെ എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പോസിറ്റീവായിട്ട് മുമ്പോട്ട് കുതിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ, നമ്മളുടെ വാരൻ ബഫറ്റ് അങ്കിൾ പറയുന്ന ഒരു കാര്യമുണ്ട്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്, റിച്ചസ്റ്റ്, ഓൾഡസ്റ്റ് മാൻ, വാരൻ ബഫറ്റ് ഓഫ് ബെർക്ക്ഷയർ ഹാത്വേ പറയുന്നു, പ്ലേ ഉക്കുലീലെ. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, എൻജോയ് യുവർ ലൈഫ് വിത്ത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, ഡെഫിനറ്റ്ലി യു ക്യാൻ ബി മോർ റെസിലിയന്റ്. ഞാൻ ഇത് പറയാൻ കാരണം, ദീസ് ആർ ദ ഫ്യൂ ഡൊമെയിൻസ് ഓഫ് റെസിലിയൻസ്. ഫിസിക്കൽ ആയിട്ടുള്ള ലെവലിലും, ഇമോഷണൽ ലെവലിലും, സ്പിരിച്വൽ ലെവലിലും, മെന്റൽ ലെവലിലും യു ഹാവ് ടു ബി റെസിലിയന്റ്. ഫിസിക്കൽ ലെവലിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഗെയിംസും ആക്ടിവിറ്റീസും ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവാനും, എൻഡ്യൂറൻസ് ഉണ്ടാവാനും, സ്ട്രെങ്ത് ഉണ്ടാവാനും, ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ഇമോഷണൽ ഫ്ലെക്സിബിലിറ്റിയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ടാവാനും, ഇതൊക്കെയാണ് ഞാൻ നേരത്തെ ആനി ശിവയെ കുറിച്ച് പറഞ്ഞത്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ ഫ്ലെക്സിബിലിറ്റി, ഞാൻ ഹോണസ്റ്റിയെ കുറിച്ച് പറഞ്ഞു, കമ്മിറ്റ്മെന്റ് ടു വാല്യൂസ് ആൻഡ് ടോളറൻസ് ടു അതേഴ്സ്. ആൻഡ് മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞു. മെന്റൽ ഫ്ലെക്സിബിലിറ്റി, അറ്റൻഷൻ സ്പാൻ, ആൻഡ് എബിലിറ്റി ടു ഫോക്കസ് ഇൻ വാട്ട് എവർ യു ആർ ഡൂയിങ് ഇൻ യുവർ ലൈഫ്. ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇതൊക്കെ പറഞ്ഞത് കൊണ്ടാണ് 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തത്. ദാറ്റ് ഈസ് അബൌട്ട് ദ ഹോപ്പ്, ആൻഡ് ദാറ്റ് ഈസ് H for standing for honesty, O for offering, P for perseverance, and E for enthusiasm, my dear friends. And finally, dear friends, your I can and I will is more important than IQ. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ബ്രില്യൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. But folks, let me tell you something. It is not only your IQ, your I can and I will is more important. And for all the girls out here, as somebody said here, for all the women out there, be healthy, relax and enjoy. എല്ലാവരും വളരെ ആരോഗ്യമായിട്ട് റിലാക്സ് ചെയ്തുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാം. And for all the boys and men out there, soar today, strong tomorrow, my dear friends. കാരണം ജിമ്മിൽ പോകുന്ന പോലെയാണ് നമ്മുടെ ലൈഫ്. പണി എടുക്കും തോറും മസിലുകൾ പെരുക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല മസിൽസ് ഉണ്ടാവാൻ, ബ്രെയിനിലെ മസിൽസ് ആയിക്കോട്ടെ, ഞാൻ പറയാം, ബ്രെയിനിലെ മസിൽസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ബുദ്ധിയും വൈഭവവും കലാപരമായിട്ടുള്ള കഴിവുകളും പഠിപ്പിന്റേതായിട്ടുള്ള കഴിവുകളും ഉണ്ടാവണമെങ്കിൽ പണിയെടുക്കണം. ജിമ്മിൽ പോണ പോലെ തന്നെയാണ്. യു ഹാവ് ടു പേ ദം. അല്ലെ, പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ജിമ്മിൽ പോണേ. എന്നാൽ പൈസ കൊടുത്താൽ മസിൽ ഉണ്ടാവോ? ജിമ്മിൽ ചെന്നാൽ നമ്മൾ തന്നെ പണിയെടുക്കണം. Soar today, strong tomorrow. My dear friends, again I want to tell you, the resilience is nothing but the capacity to have the courage, the motivation to move forward, the power to stay centered, the awareness of knowing yourself, the gift of love, the ability to bounce back, the potential of showing the promise, the capacity to ask for help, the tenacity to accomplish goals, the willingness to share feelings, the capability to connect with others, the inspiration to give back, my dear friends, to give back to this beautiful world. ഞാൻ ഇത് പറയുമ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഇന്ന് റെസിലന്റ് ആവേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ മാസ്ക് ഇട്ട്, ഡബിൾ മാസ്ക് ഇട്ട്, സാനിറ്റൈസർ ഇട്ട് ജീവിതം ഡാർക്കാണെന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം the world is moving forward, my dear friends. Everybody knows Elon Musk. Tesla പറയുന്ന വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം. Tesla opened its first charging station in China with its own solar and energy storage facilities few days back. And they are planning for colonizing Mars and making the life multi-planetary.
നമ്മളെല്ലാരും ഇവിടെ ഇരുന്നിട്ട് അയ്യോ മൊത്തം പ്രശ്നമായല്ലോ, മൊത്തം പ്രോബ്ലംസ് ആയല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ അങ്കമാലിയിൽ ഇരിക്കുമ്പം എലോൺ മസ്ക് പ്ലാൻ ചെയ്യുന്നത് മാർസിൽ നമുക്ക് ജീവിതം ആരംഭിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഹൗ ടു മേക്ക് ദ ലൈഫ് മൾട്ടി പ്ലാനറ്ററി. മൈ ഡിയർ ഫ്രണ്ട്സ്, എലോൺ മസ്ക് അത് ചിന്തിക്കുമ്പം നമ്മുടെ ജെഫ് ബിസോസ് അങ്കിൾ എന്താണ് ചിന്തിക്കണെന്നറിയോ? ജൂലൈ 20 he just want to go for a tour. നമ്മൾ ടൂർ പോകുന്നത് മൂന്നാറിലേക്കോ അല്ലെങ്കിൽ ദുബായിലേക്കോ മലേഷ്യയിലേക്കോ ആണെങ്കിൽ ജെഫ് ബിസോസ് അങ്കിൾ പോകുന്നത് എവിടേക്കാണെന്നറിയോ? ഒന്ന് എർത്തിന് പുറത്തു പോയിട്ട് എർത്ത് എങ്ങനെ ഇരിക്കണേന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാ. ജെഫ് ബിസോസ് plans to travel to suborbital space on July 20 as one of the first passengers carried by Blue Origin. My dear friends, that is Jeff Bezos planning for July 20th. Adukku mele, my dear friends, life is progressing. Dear friends, keep this in your mind. I am introducing billionaire entrepreneur Richard Branson will travel to the edge of space on Virgin Galactic test flight on July 11th, my dear friends. July 20 Jeff Bezos plan ചെയ്യുമ്പോൾ July 11 Richard Branson is planning for another trip. അദ്ദേഹം ജൂലൈ 11 റിച്ചാർഡ് ബ്രാൻസൺ അതുക്ക് മുമ്പേ അദ്ദേഹം മറ്റൊരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നു. നമ്മളെല്ലാവരും കോവിഡിനെ ഭയന്ന് മാസ്ക് ഇട്ടിരിക്കുമ്പം ഇവരെല്ലാം മുമ്പേ കൂട്ടി അവർ പ്ലാൻ ചെയ്യുന്നു another space travel. The world is progressing, my dear friends. I am taking the words of Richard Branson over here. Dear friends, I have always been a dreamer. My mom taught me to be never give up and to reach for the stars. On July 11th, it's time to turn that dream into reality. About the next at Virgin Galactic, Richard Branson said via Twitter. My dear friends, be resilient. നമ്മുടെ ജീവിതത്തിൽ എനിക്ക് നിങ്ങളോട് ഇന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ബി എ ഡ്രീമർ വിശ്വജ്യോതിയൻസ്. വിശ്വജ്യോതിയിലെ എല്ലാ സ്റ്റുഡൻസിനോടും പാരന്റ്സിനോടും എനിക്ക് പറയാൻ ആഗ്രഹം ഒന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓൾവേസ് ബി എ ഡ്രീമർ, മൈ ഡിയർ ഫ്രണ്ട്സ്. അഗെയിൻ റിച്ചാർഡ് ബ്രാൻസന്റെ അമ്മ പഠിപ്പിച്ച അതേ വാചകം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നെവർ എവർ ഗിവ് അപ്പ്, മൈ ഡിയർ ഫ്രണ്ട്സ്. It is always never ever give up and always reach for the stars, my dear friends. നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കും. വിശ്വജ്യോതി സ്കൂളിലെ കുട്ടികൾ ഓരോരുത്തരെയും എനിക്കറിയാം. തീർച്ചയായിട്ടും വളരെ വൈബ്രന്റ്, ഡൈനാമിക്, ഹോണസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. തീർച്ചയായിട്ടും ജീവിതത്തിന്റെ ഏത് ഉയരങ്ങളിലേക്കും എത്തുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളിലേക്ക് നോക്കുന്ന കുട്ടികളല്ല, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്ന് എനിക്കറിയാം. ഓൾവേസ് ബി resilient, my dear friends, and wish you all the best. Thank you one and all, and thank you Father Joshi for inviting me to be here, and thanks to Surya ma'am for inviting me to be here, and especially to all the teachers and all the parents for inviting me to be here again with Vishwajyoti CMI School. Thanks to each and everyone. Thank you, my dear friends. Thank you. And that is my number 9447921244. Keep in touch, my dear friends. If you have any questions, you can ask that question in WhatsApp or something in this number 9447921244 at any time. That's my WhatsApp number also. So you can put the feedback in that number 9447921244. That's my WhatsApp number. അത് വാട്സ്ആപ്പ് നമ്പറും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ചോദ്യങ്ങളോ സംശയങ്ങളോ ഫീഡ്ബാക്സോ, I love to hear your feedbacks about this resilient session. Love to hear you, my dear friends. Thank you one and all, and good night. Thank you. Hello, thank you very much, my dear doctor, my dear loving students, parents and teachers. So first of all, let me thank you for your wonderful participation throughout the session. Thank you very much for your cooperation. And also let me thank my dear teachers and IT department and supporting staff for arranging everything for today. It's my pleasure to express my gratitude to our dear doctor for your wonderful time with us today. It was highly informative and vibrant session, as you all know. Your words were so energetic, powerful, and inspiring. Yes, my dear students, whatever the situation, whether it's hard times or good times, let's try our best to learn something better from all our experiences. We used to say east or west, Vishwajyotins are the best. That's our mantra. My dear students, let's prove it. Let's make it happen. We are not going to give up. 100 times you have to repeat it. We are not going to give up. Never we lose our hope.
we shall overcome with the powerful word resilience, the power within. Once again, thank you very much, one and all. Thank you. Good evening, one and all. I am honored to express our gratitude to everyone, those who have strived to make this orientation program, Resilience, a grand success. My heartfelt thanks to the management for arranging this wonderful session. A bouquet of thanks, dear Dr. Siju Thomas Tottapalli. Dear sir, your talk has given us points to ponder and act upon. Resilience redefined our inner strength. A big thanks to the technical team, Mr. Jinu and Mr. Jibin, whose support is responsible for the smooth conduct of this program. I extend my thanks to the parents, children, and my colleagues for your presence, participation, and support. Once again, thanking you all, I remain. With this, we conclude this program. Stay home, stay safe, take care. Bye. Thank you, Father. Good night. Thank you, Doctor. Thank you all. Thank you, my dear loving students and parents and teachers. And once again, thank you, Doctor. Thank you.